ശാന്തി 15-11-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ ക്യാരക്ടേഴ്സ് നന്നാക്കുന്നതിനു വേണ്ടി ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. ബാബയുടെ ഓർമ്മ തന്നെയാണ് നിങ്ങളെ സദാ സൗഭാഗ്യശാലിയാക്കി മാറ്റുന്നത്. ചോദ്യം: അവസ്ഥയുടെ തിരിച്ചറിവ് ഏത് സമയത്താണ് ഉണ്ടാകുന്നത്? ആരുടേതാണ് നല്ല അവസ്ഥ എന്ന് പറയുന്നത്? ഉത്തരം: അവസ്ഥയുടെ തിരിച്ചറിവ് രോഗത്തിൻ്റെ സമയത്താണ് ഉണ്ടാകുന്നത്. രോഗാവസ്ഥയിലും സന്തോഷം നിലനിൽക്കണം. പ്രസന്നമായ മുഖത്തിലൂടെ എല്ലാവർക്കും ബാബയുടെ ഓർമ്മ വരുത്തിക്കൊണ്ടിരിക്കൂ. ഇതാണ് നല്ല അവസ്ഥ. സ്വയം കരയുകയും വിഷമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ പ്രസന്നമാക്കുവാൻ സാധിക്കും? എന്തും സംഭവിച്ചു കൊള്ളട്ടെ, കരയുവാൻ പാടില്ല. ഓം ശാന്തി. 2 വാക്കുകൾ പാടപ്പെടുന്നു, ദൗർഭാഗ്യശാലി എന്നും സൗഭാഗ്യശാലി എന്നും. സൗഭാഗ്യം പോകുമ്പോൾ ദൗർഭാഗ്യം എന്ന് പറയുന്നു. സ്ത്രീയുടെ പതി മരിക്കുമ്പോൾ അതും ദൗർഭാഗ്യം എന്ന് പറയുന്നു. ഒറ്റയ്ക്കായി പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ സദാകാലത്തേക്ക് സൗഭാഗ്യശാലിയാകുന്നു. അവിടെ ദുഃഖത്തിൻ്റെ കാര്യമില്ല. മൃത്യുവിൻ്റെ നാമം ഉണ്ടായിരിക്കുന്നില്ല. വിധവ എന്ന പേര് തന്നെ ഉണ്ടായിരിക്കുന്നില്ല. വിധവയ്ക്ക് ദുഃഖമുണ്ടാകുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സാധു സന്യാസിമാർ ആയിക്കൊള്ളട്ടെ, അവർക്ക് ഒരു ദുഃഖവുമില്ല എന്നല്ല. ചിലർ മനോരോഗികളാകുന്നു. അസുഖമുള്ളവരും രോഗബാധിതരും ഉണ്ട്. ഇതാണ് രോഗീ ലോകം. സത്യയുഗമാണ് നിരോഗീ ലോകം. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ഭാരതത്തെ വീണ്ടും ശ്രീമത്തനുസരിച്ച് നിരോഗിയാക്കുന്നു. ഈ സമയം മനുഷ്യരുടെ ക്യാരക്ടേഴ്സ് വളരെ മോശമാണ്. ഇപ്പോൾ ക്യാരക്ടേഴ്സ് നന്നാക്കുന്നതിന് തീർച്ചയായും ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാകും. സ്കൂളിലും സ്റ്റുഡൻസിൻ്റെ രജിസ്റ്റർ വയ്ക്കാറുണ്ട്. അവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിയാൻ കഴിയുന്നു. അതിനാൽ ബാബയും രജിസ്റ്റർ വെപ്പിക്കുമായിരുന്നു. ഓരോരുത്തരും തൻ്റെ രജിസ്റ്റർ വയ്ക്കൂ. ക്യാരക്ടർ നോക്കണം. നമ്മൾ ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നില്ലല്ലോ. ആദ്യത്തെ കാര്യമാണ് ബാബയെ ഓർമ്മിക്കുക. അതിലൂടെ തന്നെയാണ് നിങ്ങളുടെ ക്യാരക്ടേഴ്സ് നല്ലതാകുന്നത്. ആയുസ്സും വലുതാകുന്നു ഒന്നിൻ്റെ ഓർമ്മയിലൂടെ. ഇത് ജ്ഞാനരത്നമാണ്. ഓർമ്മയെ രത്നം എന്ന് പറയില്ല. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ ക്യാരക്ടർ നന്നാകുന്നത്. ഈ 84 ജന്മങ്ങളുടെ ചക്രം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് തന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കണം വിഷ്ണുവും ബ്രഹ്മാവും. ശങ്കരൻ്റെ ക്യാരക്ടർ എന്ന് പറയില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ എന്ത് കണക്ഷനാണുള്ളത്. വിഷ്ണുവിൻ്റെ 2 രൂപങ്ങളാണ് ഈ ലക്ഷ്മിയും നാരായണനും. അവർ തന്നെ പിന്നീട് 84 ജന്മങ്ങൾ എടുക്കുന്നു. 84 ജന്മങ്ങളിൽ സ്വയം പൂജ്യരും സ്വയം പൂജാരിയും ആകുന്നു. പ്രജാപിത ബ്രഹ്മാവ് തീർച്ചയായും ഇവിടെ തന്നെ വേണമല്ലോ. സാധാരണ ശരീരം ആവശ്യമാണ്. കൂടുതലും ഇതിൽ തന്നെയാണ് കുഴങ്ങിപ്പോകുന്നത്. ബ്രഹ്മാവ് പതീത പാവനായ ബാബയുടെ രഥമാണ്. ദൂരദേശത്ത് വസിക്കുന്നവൻ അന്യദേശത്ത് വന്നിരിക്കുന്നു എന്ന് പറയുന്നുമുണ്ട്. പാവന ലോകം ഉണ്ടാക്കുന്ന പതീത പാവനായ ബാബ പതീത ലോകത്തിൽ വന്നിരിക്കുന്നു. പതീത ലോകത്തിൽ പാവനമായ ഒരാൾ പോലും ഉണ്ടാവുക സാധ്യമല്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കി, 84 ജന്മങ്ങൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ചിലർ എടുക്കുന്നുണ്ടാകുമല്ലോ. ആദ്യം ആരായിരിക്കുമോ വരുന്നത്, അവർക്ക് തന്നെ ആയിരിക്കും 84 ജന്മങ്ങൾ ഉണ്ടായിരിക്കുക. സത്യയുഗത്തിൽ ദേവീ ദേവന്മാർ തന്നെയാണ് വരുന്നത്.
മനുഷ്യർക്ക് അല്പം പോലും ചിന്ത നടക്കുന്നില്ല. 84 ജന്മങ്ങൾ ആരായിരിക്കും എടുക്കുക? വിവേകത്തിന്റെ കാര്യമാണ്. പുനർജന്മത്തെ എല്ലാവരും അംഗീകരിക്കുന്നു. 84 പുനർജന്മങ്ങളായി. ഇത് വളരെ യുക്തിയോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. 84 ജന്മങ്ങൾ എല്ലാവരും എടുക്കുകയില്ലല്ലോ. ഒരുമിച്ച് എല്ലാവരും വരികയും ശരീരം ഉപേക്ഷിക്കുകയും ചെയ്യുകയില്ല. ഭഗവാൻ ഉവാചയുമുണ്ട്, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ഭഗവാൻ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. നിങ്ങൾ ആത്മാക്കൾ 84 ജന്മങ്ങളെ എടുക്കുന്നു. ഈ 84ന്റെ കഥ ബാബ കുട്ടികളായ നിങ്ങളെ ഇരുന്ന് കേൾപ്പിക്കുന്നു. ഇതും ഒരു പഠനമാണ്. 84ന്റെ ചക്രത്തെ അറിയുന്നത് വളരെ സഹജമാണ്. മറ്റു ധർമ്മത്തിലുള്ളവർ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുകയില്ല. നിങ്ങളിലും എല്ലാവരും 84 ജന്മങ്ങളെ എടുക്കുന്നില്ല. എല്ലാവർക്കും 84 ജന്മമുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വരുമായിരുന്നു. ഇതും ഉണ്ടാകുന്നില്ല. മുഴുവൻ ആധാരവും പഠനത്തിൻ്റെയും ഓർമ്മയുടെയും മേലാണ്. അതിലും നമ്പർ 1 ഓർമ്മയാണ്. ഡിഫിക്കൽട്ടായ സബ്ജക്റ്റിനാണ് മാർക്സ് കൂടുതൽ ലഭിക്കുന്നത്. അതിന് പ്രഭാവവും ഉണ്ടാകുന്നു. ഉത്തമവും മധ്യമവും കനിഷ്ഠവുമായ സബ്ജക്ട്സ് ഉണ്ടല്ലോ. ഇതിലും 2 എണ്ണം മുഖ്യമാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സമ്പൂർണ്ണ നിർവികാരിയായി മാറും. പിന്നെ വിജയമാലയിൽ കോർക്കപ്പെടും. ഇത് റേസ് ആണ്. ആദ്യം സ്വയം നോക്കണം. ഞാൻ എത്രത്തോളം ധാരണ ചെയ്യുന്നുണ്ട്, എത്ര ഓർമ്മിക്കുന്നുണ്ട്, എൻ്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയുള്ളതാണ്. അഥവാ എന്നിൽ തന്നെ കരയുന്ന ശീലമുണ്ട് എങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ പ്രസന്നമാക്കുവാൻ സാധിക്കും? ബാബ പറയുന്നു, ആര് കരയുന്നുവോ അവർ നഷ്ടപ്പെടുത്തുന്നു. എന്ത് തന്നെ സംഭവിച്ചു കൊള്ളട്ടെ, എന്നാൽ കരയേണ്ട ആവശ്യമില്ല. രോഗാവസ്ഥയിലും സന്തോഷത്തോടെ പറയുവാൻ സാധിക്കും, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. രോഗത്തിൽ തന്നെയാണ് അവസ്ഥയുടെ തിരിച്ചറിവുണ്ടാകുന്നത്. ബുദ്ധിമുട്ടിൽ അല്പം ഞരക്കത്തിൻ്റെ ശബ്ദം വന്നാലും സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ബാബ സന്ദേശം നൽകിയിരിക്കുന്നു. സന്ദേശവാഹകൻ അഥവാ മെസ്സഞ്ചർ ഒരു ശിവ് ബാബയാണ്, രണ്ടാമതാരെങ്കിലുമല്ല. ബാക്കി ആരെല്ലാം കേൾപ്പിക്കുന്നുവോ മുഴുവനും ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ ഏതെല്ലാം വസ്തുക്കളുണ്ടോ എല്ലാം വിനാശിയാണ്. ഇപ്പോൾ നിങ്ങളെ പൊട്ടിപ്പൊളിയാത്ത ഇടത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഈ വിധം നല്ല വസ്തുക്കൾ ഉണ്ടാകും. പൊട്ടിപ്പോകുന്നതിൻ്റെ പേര് തന്നെ ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ സയൻസിലൂടെ എത്ര സാധനങ്ങൾ ഉണ്ടാകുന്നു, അവിടെയും സയൻസ് തീർച്ചയായും ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് വളരെയധികം സുഖം ആവശ്യമാണ്. ബാബു പറയുന്നു, കുട്ടികളായ നിങ്ങൾക്ക് ഒന്നും അറിയാമായിരുന്നില്ല. ഭക്തിമാർഗം എപ്പോൾ ആരംഭിച്ചു? നിങ്ങൾ എത്ര ദുഃഖമാണ് കണ്ടത്? ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ദേവതമാരെ പറയുന്നത് സർവഗുണ സമ്പന്നം എന്നാണ്. പിന്നെ ആ കലകൾ എങ്ങനെ കുറഞ്ഞുപോയി? ഇപ്പോൾ ഒരു കലയും അവശേഷിക്കുന്നില്ല. ചന്ദ്രന്റെ കലയും പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നുവല്ലോ. നിങ്ങൾക്കറിയാം, ഈ ലോകവും ആദ്യം പുതിയതാണ്. അപ്പോൾ അവിടെ ഓരോ വസ്തുവും സദോ പ്രധാനവും ഫസ്റ്റ് ക്ലാസ്സുമായിരിക്കും. പിന്നെ പഴയതാവുകയും കലകൾ കുറഞ്ഞു വരികയും ചെയ്യുന്നു. സർവഗുണ സമ്പന്നർ ഈ ലക്ഷ്മി നാരായണന്മാരാണല്ലോ. ഇപ്പോൾ ബാബ നിങ്ങളെ സത്യമായ സത്യനാരായണന്റെ കഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാത്രിയാണ്, പിന്നെ പകലുണ്ടാകുന്നു. നിങ്ങൾ സമ്പൂർണമാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സൃഷ്ടിയും അങ്ങനെയുള്ളത് ആവശ്യമാണ്. 5 തത്വങ്ങളും സദോ പ്രധാനവും 16 കലാ സമ്പൂർണവുമാകുന്നു. അതിനാൽ ശരീരവും നിങ്ങളുടേത്
നാച്ചുറലി ബ്യൂട്ടിഫുള്ളായിരിക്കുന്നു, സതോ പ്രധാനമായിരിക്കുന്നു. ഈ മുഴുവൻ ലോകവും 16 കല സമ്പൂർണമാകുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു കലയുമില്ല. ഏതെല്ലാം വലിയ വലിയ ആൾക്കാരുണ്ടോ അഥവാ മഹാത്മാക്കളും മറ്റുമുണ്ടോ, ബാബയുടെ ഈ നോളജ് അവരുടെ ഭാഗ്യത്തിലേ ഇല്ല. അവർക്ക് തൻ്റെതായ ഗർവുണ്ട്. കൂടുതലും ദരിദ്രരുടെ ഭാഗ്യത്തിൽ തന്നെയാണുള്ളത്. ചിലർ പറയുന്നു ഇത്രയും ഉയർന്ന ബാബയാണ്. ആ ഒന്ന് ഏതെങ്കിലും വലിയ രാജാവിൻ്റെയോ പവിത്ര ഋഷിയുടെയോ മറ്റോ ശരീരത്തിലാണല്ലോ വരേണ്ടത്. പവിത്രമായവർ സന്യാസിയാണ്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ ആരിലാണ് വരുന്നത്. ഞാൻ വരുന്നത് തന്നെ ആരാണോ പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുക്കുന്നത് ആ ഒന്നിലാണ്. ഒരു ദിവസം പോലും കുറയുന്നില്ല. ശ്രീകൃഷ്ണൻ ജനിച്ചു. ആ സമയം മുതൽ 16 കല സമ്പൂർണമായിരുന്നു. പിന്നെ സതോ രജോ തമോയിൽ വരുന്നു. ഓരോ വസ്തുവും ആദ്യം സതോ പ്രധാനവും പിന്നെ സതോ രജോ തമോയിലേക്ക് വരുന്നു. സത്യയുഗത്തിലും ഇങ്ങനെ ഉണ്ടാകുന്നു. കുട്ടികൾ സതോ പ്രധാനമാണ്. പിന്നെ വലുതാകുമ്പോൾ പറയും, നമ്മൾ ഇപ്പോൾ ഈ ശരീരം ഉപേക്ഷിച്ച് സതോ പ്രധാന കുട്ടിയായി മാറുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇത്രയും ലഹരിയില്ല, സന്തോഷത്തിന്റെ രസം കയറുന്നില്ല. ആരാണോ നന്നായി പ്രയത്നിക്കുന്നത് അവർക്ക് സന്തോഷത്തിന്റെ രസം കയറിയിരിക്കുന്നു. മുഖം തന്നെ സന്തുഷ്ടമായിരിക്കുന്നു. മുന്നോട്ടു പോകവേ നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. വീടിന്റെ സമീപം എത്തിച്ചേരുമ്പോൾ പിന്നെ ആ വീടും കുടുംബവും കെട്ടിടവും മറ്റും എല്ലാം ഓർമ്മ വരുന്നുവല്ലോ. ഇതും അങ്ങനെ തന്നെ. പുരുഷാർത്ഥം ചെയ്ത് നിങ്ങളുടെ പ്രാപ്തി സമീപത്താകുമ്പോൾ പിന്നെ വളരെയധികം സാക്ഷാത്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സന്തോഷത്തിലിരിക്കും. ആരാണോ പാസ്സാകാത്തത് അവർ ലജ്ജ കാരണം മുങ്ങി മരിക്കുന്നു. നിങ്ങൾക്കും ബാബു പറഞ്ഞു തരുന്നു, പിന്നീട് വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരും. തൻ്റെ ഭാവിയിലെ സാക്ഷാത്കാരം കാണും. നമ്മൾ എന്താകും എന്ന് ബാബ കാണിച്ചു തരും. ഇന്ന വികർമ്മങ്ങളും മറ്റും ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായും പഠിച്ചിട്ടില്ല, ട്രെയിറ്ററായി, അതിനാൽ ഈ ശിക്ഷ ലഭിക്കുന്നു. എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. സാക്ഷാത്കാരമില്ലാതെ ശിക്ഷ എങ്ങനെ നൽകും? കോർട്ടിലും പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നതെല്ലാം ചെയ്തു, അതിനുള്ള ശിക്ഷയാണ്. ഏതുവരെ കർമാതീത അവസ്ഥ ഉണ്ടായില്ല അതുവരെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ അവശേഷിക്കും. ആത്മാവ് പവിത്രമായി മാറുമ്പോൾ പിന്നെ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. ഇവിടെ ഇരിക്കുവാൻ സാധിക്കില്ല. ആ അവസ്ഥ നിങ്ങൾക്ക് ധാരണ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ തിരിച്ചുപോയി വീണ്ടും പുതിയ ലോകത്തിൽ വരുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. നിങ്ങളുടെ പുരുഷാർത്ഥം തന്നെ ഇതാണ്. നമ്മൾ വേഗം വേഗം പോകട്ടെ, പിന്നെ വേഗം വേഗം വരട്ടെ. ഏതുപോലെ കുട്ടികളെ കളിയിൽ ഓടിക്കാറുണ്ടല്ലോ, ലക്ഷ്യത്തിൽ എത്തിയ ശേഷം പിന്നീട് മടങ്ങി വരണം. നിങ്ങൾക്കും വേഗം വേഗം പോകണം, പിന്നെ ആദ്യ നമ്പറിൽ പുതിയ ലോകത്തിൽ വരണം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റേസ്. സ്കൂളിലും റേസ് നടത്താറുണ്ടല്ലോ. നിങ്ങളുടേത് ഈ പ്രവൃത്തി മാർഗമാണ്. ആദ്യം നിങ്ങളുടേത് പവിത്ര ഗൃഹസ്ഥധർമ്മമായിരുന്നു. ഇപ്പോൾ വിഷ്യസ്, അതായത് വികാരി, പിന്നീട് വൈസ്ലെസ് വേൾഡ് ഉണ്ടാകും. ഈ കാര്യങ്ങൾ നിങ്ങൾ സ്മരിച്ചു കൊണ്ടിരിക്കൂ, എങ്കിലും വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. നമ്മൾ തന്നെയാണ് രാജ്യം നേടുന്നത്, പിന്നീട് പാഴാക്കുന്നു. ഹീറോ ഹീറോയിൻ എന്ന് പറയുന്നുവല്ലോ. വജ്രതുല്യമായ ജന്മമെടുത്ത് പിന്നെ കവടി തുല്യമായ ജന്മത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ കവടികൾക്ക് പിന്നാലെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കൂ. ഇദ്ദേഹം പറയുന്നു, ഞാനും ടൈം വേസ്റ്റ് ചെയ്തിരുന്നു. എന്നോടും പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ നീ എൻ്റേതായി ഈ ആത്മീയ തൊഴിൽ ചെയ്യൂ എന്ന്. അപ്പോൾ ഉടനെ
സർവ്വതും ഉപേക്ഷിച്ചു. പൈസ വലിച്ചെറിയുകയൊന്നുമില്ല. പൈസ ഉപയോഗത്തിൽ വരുന്നതാണ്. പൈസ ഇല്ലാതെ കെട്ടിടമോ മറ്റോ ലഭിക്കുകയില്ലല്ലോ. മുന്നോട്ട് പോകവേ വലിയ വലിയ ധനികർ വരും, നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് വലിയ വലിയ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പോയി പ്രഭാഷണം ചെയ്യേണ്ടി വരും, ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു എന്ന്. ഹിസ്റ്ററി റിപ്പീറ്റ് ആകുന്നു, ആദ്യം മുതൽ അന്തിമം വരെ. ഗോൾഡൻ ഏജ് മുതൽ അയൺ ഏജ് വരെ സൃഷ്ടിയുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നമുക്ക് പറയുവാൻ സാധിക്കും. ക്യാരക്ടേഴ്സിൻ്റെ മേൽ നിങ്ങൾക്ക് വളരെയധികം മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഈ ലക്ഷ്മി നാരായണന്റെ മഹിമ ചെയ്യൂ. ഭാരതം എത്ര പാവനമായിരുന്നു. ദൈവിക ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വിഷ്യസ് ക്യാരക്ടേഴ്സ് ആണ്. തീർച്ചയായും വീണ്ടും ചക്രം റിപ്പീറ്റ് ആകും. നമുക്ക് വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കേൾപ്പിക്കുവാൻ സാധിക്കും. അവിടെ പോകേണ്ടതും നല്ല നല്ല ആൾക്കാർക്കാണല്ലോ. തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ട്, അവിടെ നിങ്ങൾ പ്രഭാഷണം നടത്തൂ. ശ്രീകൃഷ്ണൻ ദേവതയായിരുന്നു, സത്യയുഗത്തിലായിരുന്നു. ആദ്യം ശ്രീകൃഷ്ണനാണ്, പിന്നീട് നാരായണനാകുന്നു. നമ്മൾ താങ്കളെ ശ്രീകൃഷ്ണന്റെ 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിക്കട്ടെ. അത് മറ്റാർക്കും കേൾപ്പിക്കുവാൻ സാധിക്കില്ല. ഈ ടോപ്പിക് എത്ര വലുതാണ്. സമർത്ഥരായവരാണ് പ്രഭാഷണം നടത്തേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകും. എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്. ഇരുന്ന് ഉള്ളിൽ ഇത് ജപിക്കൂ. പിന്നെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒന്നും താല്പര്യമുണ്ടാകില്ല. ഇവിടെ നിങ്ങൾ വരുന്നത് തന്നെ വിശ്വത്തിൻ്റെ അധികാരിയാകുവാൻ, പരംപിത പരമാത്മാവിലൂടെ. വിശ്വം എന്ന് ഈ ലോകത്തെയാണ് പറയുന്നത്. ബ്രഹ്മലോകത്തെയോ സൂക്ഷ്മവദനത്തെയോ വിശ്വം എന്ന് പറയില്ല. ബാബ പറയുന്നു, ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നില്ല. കുട്ടികളായ നിങ്ങളെയാണ് ഈ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നത്. എത്ര ഗുഹ്യമായ കാര്യങ്ങളാണ്. നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. പിന്നെ നിങ്ങൾ മായയുടെ ദാസനായി മാറുന്നു. ഇവിടെ മുന്നിൽ യോഗത്തിൽ ഇരുത്തുമ്പോഴും ഓർമ്മ വരുത്തണം, ആത്മാഭിമാനിയായി ഇരിക്കൂ, ബാബയെ ഓർമ്മിക്കൂ. 5 മിനിറ്റിനു ശേഷം പിന്നീട് സംസാരിക്കൂ. നിങ്ങളുടെ യോഗത്തിൻ്റെ പ്രോഗ്രാം നടക്കുന്നുവല്ലോ. വളരെ പേരുടെ ബുദ്ധി പുറത്തു പോകുന്നു. അതിനാൽ 5-10 മിനിറ്റിനു ശേഷം വീണ്ടും ജാഗ്രത വരുത്തേണ്ടതാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയാണോ ഇരിക്കുന്നത്? ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ? അപ്പോൾ സ്വയവും അറ്റൻഷൻ ഉണ്ടായിരിക്കും. ബാബ ഈ എല്ലാ യുക്തികളും പറഞ്ഞു തരുന്നു. അടിക്കടി ജാഗ്രത വരുത്തണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ശിവ് ബാബയുടെ ഓർമ്മയിലിരിക്കുകയാണോ? ആരുടെ ബുദ്ധിയോഗം അലയുന്നുണ്ടാകുമോ അവർ എഴുന്നേൽക്കും. അടിക്കടി ഈ ഓർമ്മ വരുത്തേണ്ടതാണ്. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ അക്കരെ പോകുന്നത്. തോണിക്കാര, എൻ്റെ തോണിയെ അക്കരെ എത്തിക്കൂ എന്ന് പാടുന്നുമുണ്ട്. പക്ഷേ അർത്ഥം അറിയുന്നില്ല. മുക്തിധാമത്തിലേക്ക് പോകുന്നതിനായി പകുതി കൽപ്പം ഭക്തി ചെയ്തു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ മുക്തിധാമത്തിലേക്ക് പോകും. നിങ്ങൾ ഇരിക്കുന്നത് തന്നെ പാപം മുറിക്കുവാനാണ്. അപ്പോൾ പിന്നെ പാപം ചെയ്യുവാൻ പാടില്ല. ഇല്ലെങ്കിൽ പിന്നെ പാപം അവശേഷിക്കും. ഇതാണ് നമ്പർ 1 പുരുഷാർത്ഥം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇങ്ങനെ ജാഗ്രത വരുത്തിക്കൊണ്ടിരിക്കുന്നതിലൂടെ സ്വയം തൻ്റെയും അറ്റൻഷൻ ഉണ്ടായിരിക്കും. സ്വയം തനിക്കും ജാഗ്രത വരുത്തണം. സ്വയവും ഓർമ്മയിലിരിക്കണം. അപ്പോൾ മറ്റുള്ളവരെയും ഇരുത്താൻ കഴിയും. നമ്മൾ ആത്മാവാണ്. തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ വന്ന് രാജ്യം ഭരിക്കും. സ്വയം ശരീരമാണ് എന്ന് മനസ്സിലാക്കുന്നതും ഒരു കടുത്ത രോഗമാണ്. അതിനാൽ തന്നെയാണ് എല്ലാവരും രസാതലത്തിലേക്ക് പോയത്. ബാബ ഇവിടെ പറയുന്നത്, ഭക്തി മാർഗത്തിൽ പറയുന്നു, ഭൂമിക്ക് കീഴിലായി
7 ലോകമുണ്ടെന്നും അതിൽ 6-ാമത്തേതാണ് രസാതലമെന്നും അവിടെ ദൈത്യരും ദാനവരും സർപ്പത്തെ പോലെ മാളങ്ങളിൽ കഴിയുന്നുവെന്നും ചില പുരാണങ്ങളിൽ പറയുന്നു. അവരെ പിന്നെ സാൽവേജ് ചെയ്യണം, അതായത് രക്ഷിക്കണം. ശരി, മധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ സമയം ആത്മീയ തൊഴിലിൽ സഫലമാക്കണം. വജ്രതുല്യമായ ജീവിതം ഉണ്ടാക്കണം. സ്വയം ജാഗ്രത വരുത്തിക്കൊണ്ടിരിക്കണം. ശരീരമാണ് എന്ന് മനസ്സിലാക്കുന്ന കടുത്ത രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഒരിക്കലും മായയുടെ ദാസനാകരുത്. ഇരുന്ന് ഉള്ളിൽ ജപിക്കണം, ഞാൻ ആത്മാവാണ്. നമ്മൾ ബഗറിൽ നിന്നും പ്രിൻസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷം ഉണ്ടായിരിക്കണം. വരദാനം: അനുഭവങ്ങളുടെ ഗുഹ്യതയുടെ പ്രയോഗശാലയിൽ ഇരുന്ന് പുതിയ റിസർച്ച് ചെയ്യുന്ന അന്തർമുഖിയായി ഭവിക്കട്ടെ. എപ്പോഴാണോ സ്വയം തന്നിൽ ആദ്യം സർവ അനുഭവങ്ങളും പ്രത്യക്ഷമാകുന്നത്, അപ്പോൾ പ്രത്യക്ഷത ഉണ്ടാകും. ഇതിനു വേണ്ടി അന്തർമുഖിയായി ഓർമ്മയുടെ യാത്രയിൽ അഥവാ ഓരോ പ്രാപ്തിയുടെയും ഗുഹ്യതയിൽ പോയി റിസർച്ച് ചെയ്യൂ. സങ്കല്പം ധാരണ ചെയ്യൂ. പിന്നെ അതിൻ്റെ പരിണാമം അഥവാ സിദ്ധി നോക്കൂ. എന്ത് സങ്കല്പിച്ചുവോ അത് സിദ്ധമായോ അതോ ഇല്ലയോ എന്ന്. ഇപ്രകാരം അനുഭവങ്ങളുടെ ഗുഹ്യതയുടെ പ്രയോഗശാലയിൽ ഇരിക്കൂ. അതിലൂടെ ഇവരെല്ലാം ഏതോ വിശേഷ താൽപ്പര്യത്തിൽ മഗ്നമായി ഈ ലോകത്തിൽ നിന്നും ഉപരാമമാണ് എന്ന അനുഭവം ഉണ്ടാകട്ടെ. കർമ്മം ചെയ്യുമ്പോഴും യോഗത്തിൻ്റെ പവർഫുൾ സ്റ്റേജിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഏതുപോലെ വാണിയിൽ വരുന്നതിൻ്റെ അഭ്യാസമുണ്ട്, അതേപോലെ ആത്മീയതയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ഉണ്ടാക്കൂ. സ്ലോഗൻ: സന്തുഷ്ടതയുടെ സീറ്റിൽ ഇരുന്ന് പരിതസ്ഥിതികളുടെ കളി കാണുന്നവർ തന്നെയാണ് സന്തുഷ്ടമണി. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഏതുപോലെ ഹഠയോഗിക്ക് തൻ്റെ ശ്വാസത്തെ എത്ര സമയം ആഗ്രഹിക്കുന്നോ അത്രയും സമയം പിടിച്ചു വയ്ക്കാൻ സാധിക്കുന്നു. സഹജയോഗിയും സ്വതവേ യോഗിയും സദായോഗിയും കർമ്മയോഗിയും ശ്രേഷ്ഠയോഗിയുമായ താങ്കൾ തൻ്റെ സങ്കല്പത്തെയും ശ്വാസത്തെയും പ്രാണേശ്വരനായ ബാബയുടെ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ ഏത് സങ്കല്പം, എങ്ങനെയുള്ള സങ്കല്പം, എത്ര സമയം നടത്താൻ ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം ആ സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യൂ. ഈ നിമിഷം ശുദ്ധ സങ്കല്പത്തിൽ രമണം ചെയ്യൂ. ഇപ്പോൾ തന്നെ ഒരേ ഒരു താല്പര്യത്തിൽ, അതായത് ഒരേ ഒരു ബാബയുമായുള്ള കൂടിക്കാഴ്ചയുടെയും ഒരേ ഒരു അശരീരിയാകുന്നതിൻ്റെ ശുദ്ധ സങ്കല്പത്തിലും സ്ഥിതി ചെയ്യൂ. ഓം ശാന്തി. മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഞാൻ ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരി ആവുകയാണ്. അതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞ ശാന്തത നിറഞ്ഞ
ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ ഛത്രഛായയിൽ ആ ദിവ്യ പ്രേമത്തിൻ്റെ പരിപാലനയിൽ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ഛത്രഛായയിൽ ഞാൻ സർവ വരദാനങ്ങൾ കൊണ്ടും സമ്പന്നമായി സന്തുഷ്ടമണി ആയിരിക്കുന്നു. എന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ അലകൾ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ശബ്ദത്തിൻ്റെ ലോകത്തിൽ പല പല ചിന്തകളാൽ പല പല വിഘ്നങ്ങളാൽ പരവശരായ ആത്മാക്കളിൽ ഈ സന്തുഷ്ടതയുടെ അലകൾ എത്തിച്ചേരട്ടെ. പരിപാവനമായ ഈശ്വര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കിരണങ്ങൾ അവരുടെ ആത്മാവിനെ സ്പർശിച്ച് അവരെയും സന്തുഷ്ടമണിയാക്കി മാറ്റട്ടെ. പരമാത്മാ സ്നേഹസ്പർശം അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭവം വരുത്തട്ടെ. शाश्वत है शांति सुख की छटा निराली है ब्रह्म घर में ये अरुणिमा सी फैली है लाली अनुपम ये शाश्वत है शांति सुख की छटा